വള്ളസദ്യ വിഭവങ്ങളോടെയുള്ള പേട് സദ്യ നടത്തിപ്പിൽ നിന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിന്മാറി. മറ്റന്നാൾ നടത്താൻ നിശ്ചയിച്ചിരുന്ന സദ്യ റദ്ദാക്കി. 250 രൂപ മുൻകൂട്ടി നൽകി ബുക്ക് ചെയ്തവർക്ക് പണം തിരികെ നൽകും. പള്ളിയോട സേവാ സംഘത്തിന്റെ എതിർപ്പിനെ തുടർന്നാണ് പിന്മാറ്റം. നന്ദുഷ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. നന്ദുഷ, ഇതിന്റെ പേരിൽ ദീർഘനാളായി നിലനിൽക്കുന്ന തർക്കവും പ്രതിഷേധവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് ദേവസ്വം ബോർഡിന്റെ പ്രതികരണം? ജീന, പള്ളിയോട സേവാ സംഘത്തിന്റെ പ്രതിഷേധത്തെ തുടർന്ന് ദേവസ്വം ബോർഡ് ഇപ്പോൾ വള്ളസദ്യ നടത്തിപ്പിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ് എന്നാണ് അവസാനമായി വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ക്ഷേത്രത്തിലെ ഊട്ടുപുരയ്ക്കുള്ളിൽ വെച്ച് 250 രൂപ കൂപ്പൺ നൽകി വള്ളസദ്യ നടത്താനായിരുന്നു ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ഞായറാഴ്ച ദിവസങ്ങളിലായിരുന്നു ഈ രീതിയിൽ ദേവസ്വം ബോർഡ് വള്ളസദ്യ നടത്താനായി നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ഞായറാഴ്ച ദിവസം വള്ളസദ്യ നടന്നപ്പോൾ തന്നെ പള്ളിയോടങ്ങൾ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ദേവസ്വം ഓഫീസുകളിലേക്കും വഞ്ചിപ്പാട്ട് പാടിയുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. ഇതോടെ KSRTCയുമായി സഹകരിച്ചുള്ള പള്ളിയോടങ്ങളുടെ പാക്കേജ് ഉൾപ്പെടെ നിർത്തുമെന്ന തരത്തിലുള്ള ഭീഷണി ഉൾപ്പെടെ പള്ളിയോട സേവാ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ വള്ളസദ്യ നടത്താനുള്ള തീരുമാനത്തിൽ നിന്നും ദേവസ്വം ബോർഡ് പിൻവാങ്ങിയിരിക്കുന്നത്. വള്ളസദ്യ ജനകീയമാക്കാനുള്ള ശ്രമമായിരുന്നു ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അല്ലാതെ അതിന്റെ തനിമ നശിപ്പിക്കാനോ അതല്ലെങ്കിൽ പള്ളിയോടങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളി ഉയർത്താനോ ഒന്നും ആയിരുന്നില്ല ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യമെന്നും ഇപ്പോൾ വള്ളസദ്യയിൽ നിന്ന് പിന്മാറിക്കൊണ്ടുള്ള ഒരു വിശദീകരണ കുറിപ്പിൽ ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. ജീന.